നമസ്കാരം. ഇന്ദ്രദേവനെ യുദ്ധത്തിൽ ജയിച്ചതുകൊണ്ടാണ് രാവണന്റെ മകൻ മേഘനാഥന് ഇന്ദ്രജിത്ത് എന്ന പേര് വന്നത്. ആ യുദ്ധത്തിന്റെ കഥ കേട്ടാലോ? ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. ഒരിക്കൽ രാവണനും മറ്റു രാക്ഷസവീരന്മാരും എല്ലാവരും കൂടെ സ്വർഗലോകത്തേക്ക് യുദ്ധത്തിനായി പുറപ്പെട്ടു. യുദ്ധകോലാഹലം കേട്ട് പേടിച്ചുപോയ ദേവേന്ദ്രനും മറ്റു ദേവന്മാരും പാലാഴിയുടെ തീരത്തെത്തി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവനെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. ബ്രഹ്മാവിൻ്റെ വരം ലഭിച്ചതിനാൽ അവനെ ആർക്കും വധിക്കാൻ കഴിയില്ല. എന്നാൽ അധികം വൈകാതെ നിങ്ങളുടെ ദുഃഖം ഞാൻ തീർത്തു തരുന്നതാണ്. അവനെ വധിക്കാനുള്ള സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ഞാൻ തന്നെ അവനെ വധിക്കുന്നതാണ്. എല്ലാവരും പേടി കൂടാതെ തിരികെ പോവുക. ഇത്രയും പറഞ്ഞ് ഭഗവാൻ മറഞ്ഞു. അപ്പോഴേക്കും അസുരന്മാർ പാഞ്ഞടുത്ത് യുദ്ധം തുടങ്ങി. രാക്ഷസന്മാർ ശരങ്ങളെയ്തപ്പോൾ ദേവന്മാർ ഭയന്നോടി. അപ്പോൾ അഷ്ടവസുക്കളിൽ എട്ടാമൻ വന്ന് നിശാചരന്മാരെയെല്ലാം കൊന്നൊടുക്കാൻ തുടങ്ങി. പിന്നെ സുമാലിയുടെ തേരും തകർത്ത് ഗദ കൊണ്ട് സുമാലിയെ അടിച്ച് യമപുരിയിലേക്ക് അയച്ചു. അതുകണ്ട് അവശേഷിച്ച നിശാചരന്മാർ പേടിച്ചോടി. അപ്പോൾ രാവണന്റെ പുത്രൻ മേഘനാഥൻ തേരിൽ കയറി അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തു. മേഘനാഥന്റെ വരവ് കണ്ട് പേടിച്ചോടിയ ദേവന്മാരോട് ദേവേന്ദ്രൻ പറഞ്ഞു, ആരും ഭയന്നോടരുത്. എൻ്റെ മകൻ ജയന്തൻ ഇവനോട് യുദ്ധം ചെയ്യുന്നതാണ്. അവനൊരു സഹായമായി എല്ലാവരും നിന്നുകൊടുക്കൂ. പിന്നീട് ജയന്തനും മേഘനാഥനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ഇന്ദ്രന്റെ തേരാളിയായ മാതലിയുടെ പുത്രൻ ഗോമുഖനായിരുന്നു ജയന്തന്റെ തേരാളി. മേഘനാഥൻ ഗോമുഖന് നേരെ അമ്പെയ്തു. ഇത് കണ്ട ജയന്തൻ രാവണിയുടെ സൂതനെയും എയ്തു വീഴ്ത്തി. രാവണിയുടെ നേർക്കും ശരങ്ങൾ പൊഴിച്ചു. തിരിച്ച് അസ്ത്രങ്ങളും കുന്തങ്ങളും ശൂലവും വെൺമഴവും എല്ലാം ഉപയോഗിച്ച് രാവണി ജയന്തനെ ആക്രമിച്ചു. ദേവന്മാർ ഭയന്നോടി. ജയന്തനെയും കൊണ്ട് മുത്തച്ഛൻ പുലോമാവ് സമുദ്രത്തിൽ ചെന്നൊളിച്ചു. അപ്പോൾ ഇന്ദ്രദേവൻ തൻ്റെ തേരാളിയായ മാതലിയോട് തേർ നടത്താൻ പറഞ്ഞു. പിന്നീട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോരമായ യുദ്ധമുണ്ടായി. ലോകം മുഴുവൻ ഇരുട്ടിൽ മുങ്ങി. ഇത് കണ്ട് രാവണൻ തൻ്റെ തേരാളിയോട് പറഞ്ഞു, ദേവന്മാരുടെ സേനയുടെ നടുവിലേക്ക് എത്രയും വേഗം തേർ നടത്തുക എന്ന്. അപ്പോൾ ദേവേന്ദ്രൻ ദേവന്മാരോട് പറഞ്ഞു, അഹങ്കാരിയായ രാവണൻ നമ്മുടെ സൈന്യത്തിൻ്റെ മധ്യേ വന്നിട്ടുണ്ട്. ബ്രഹ്മദേവൻ കൊടുത്ത വരം കാരണം നമുക്കവനെ കൊല്ലാൻ കഴിയില്ല. എങ്കിലും അവന് പുറത്തു പോകാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ അവനെ വളഞ്ഞിട്ട് ആക്രമിക്കുക. അത് കേട്ട് ദേവന്മാർ രാവണന്റെ ചുറ്റും വളഞ്ഞ് ആക്രമിച്ചു. ഇത് കണ്ട് മേഘനാഥൻ തൻ്റെ വരസിദ്ധി കൊണ്ട് ആർക്കും കാണാൻ കഴിയാതെ മറഞ്ഞിരുന്ന് ശരങ്ങൾ എയ്യാൻ തുടങ്ങി. അമ്പുകൾ കൊണ്ട് ദേവന്മാർ തളർന്നു. ദേവേന്ദ്രൻ മേഘനാഥനെ എല്ലായിടത്തും തിരഞ്ഞു. പക്ഷേ കാണാൻ പറ്റിയില്ല. ഇനി യുദ്ധം ചെയ്യാൻ തനിക്കാവില്ലെന്ന് തളർന്നു നിന്ന ദേവേന്ദ്രനെ മേഘനാഥൻ പിടിച്ചുകെട്ടി. വീണ്ടും മായായുദ്ധം ചെയ്ത് മറ്റു ദേവന്മാരെയും ജയിച്ച് താൻ ബന്ധിച്ച ദേവേന്ദ്രനെയും കൊണ്ട് പിതാവ് രാവണനൊപ്പം ലങ്കയിലേക്ക് മടങ്ങി. ദേവന്മാർ ബ്രഹ്മദേവനെ കണ്ട് സങ്കടം പറഞ്ഞു. ബ്രഹ്മദേവൻ ലങ്കയിലേക്ക് പുറപ്പെട്ടു. ദേവന്മാർ തങ്ങളുടെ വിമാനങ്ങളിൽ ലങ്കയ്ക്ക് സമീപം കാത്തുനിന്നു. ലങ്കയിലേക്ക് ചെന്ന ബ്രഹ്മാവിനെ രാവണൻ സ്വീകരിച്ചിരുത്തി. തൊഴുതു നിൽക്കുന്ന രാവണനോട് ബ്രഹ്മദേവൻ പറഞ്ഞു, ശത്രുക്കളെയെല്ലാം ജയിച്ച് 3 ലോകത്തിനും നാഥനായി വാഴുക. മേഘനാഥനെപ്പോലെ ഒരു മകനുണ്ടായതിനാൽ നീ ഭാഗ്യവാനാണ്. ശ്രേഷ്ഠനായ നിന്റെ മകന് തുല്യമായി ആരും തന്നെ ഈ ഭൂമിയിലില്ല. ഇന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ചതുകൊണ്ട്
അവന് നാം ഇന്ദ്രജിത്ത് എന്ന് പേര് നൽകുന്നു. ഇന്ദ്രനെ എൻ്റെ കൂടെ അയക്കണം. എങ്കിൽ നിനക്ക് വേണ്ടുന്ന വരം നൽകാം. അത് കേട്ട് മേഘനാഥൻ പറഞ്ഞു, ഞാനൊരു ഹോമം ചെയ്യുമ്പോൾ ഹോമകുണ്ഡത്തിൽ നിന്നുണ്ടാകുന്ന തേരിൽ കയറി യുദ്ധത്തിന് പോയാൽ ആർക്കും എന്നെ തോൽപ്പിക്കാനോ കൊല്ലാനോ കഴിയരുത്. എന്നാൽ ഹോമം മുഴുമിക്കാതെ ഞാൻ യുദ്ധം ചെയ്താൽ മാത്രം എൻ്റെ മരണം സംഭവിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ദ്രനെ കൊണ്ടുപോകാം. രാവണി ആവശ്യപ്പെട്ട വരവും നൽകി ദേവേന്ദ്രനെയും കൊണ്ട് ബ്രഹ്മദേവൻ മടങ്ങി.